വെൽക്കം ബാക്ക് ടു താജ് മെഹഫിൽ പാർട്ട് 2. ഇനി ഈ വേദിയിൽ അടുത്തതായി പാടാനെത്തുന്നു ഫസ്ലുർ റഹ്മാൻ. ഐ കൈൻഡ്ലി ഇൻവൈറ്റ് ഫസ്ലുർ റഹ്മാൻ ടു ദ സ്റ്റേജ്. ഹായ് ഫസ്ലു. ഹായ്. ഫസ്ലുർ റഹ്മാൻ എന്നല്ലേ പേര്? അതെ അതെ. ഓക്കെ, ലെറ്റ് മീ കോൾ മീ ഫസ്ലു. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാണ്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വളാഞ്ചേരി. വളാഞ്ചേരി. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നില്ല, അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രോഗ്രാംസിലൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഏത് പാട്ടാണ് മോൻ പാടാൻ പോകുന്നത്? ഇന്ന് ജന്മം കൊണ്ട് നാം ഇരുകാലി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആരുടെ പാട്ടാണ്? അത് ഷെരീഫ് കവടിയ പാട്ട്. ഓക്കെ, ഷെരീഫ് ഖാൻ്റെ പാട്ടിനോടാണോ ഇഷ്ടം കൂടുതൽ? അത് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഷെരീഫ് ഖാൻ്റെ പാട്ട് സെലക്ട് ചെയ്തത്? അത് നല്ല ഒരു പാട്ടായത്. നല്ലൊരു പാട്ടായതുകൊണ്ട്. ഓക്കെ ഓക്കെ, എനിവേ യു ഡു യുവർ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കർമ്മം കൊണ്ടിന്നു നാൽക്കാലി കർമ്മം വിത്തിന പസാദായി കർമ്മം ദീനെന്ന നില പോയി മനം മറന്ന് കിബിരേറി മനിതല ചൗക്കിൽ നടമാടി ബില്ലി ബിലിസ് കുടിയേറി വഴിമാറി ജന്മം കൊണ്ടു നാം ഇരുകാലി കർമ്മം കൊണ്ടിന്നു നാൽക്കാലി കർമ്മം വിത്തിന പസാദായി മർമ്മം ദീനെന്ന നില പോയി പറ്റാത്ത സത്യമുണ്ട് ജലായി മൗത്ത് കൂടെയുണ്ട് സക്കറാത്തിൻ്റെ സമയമുണ്ട് സംശയം വേണ്ട മരണമുണ്ട് പേരും പെരുമയും അഹങ്കാരം ആരും തരുമെന്നും ബഹുമാനം അതിറായിൽ വന്ന് റൂഹെടുത്ത് അത് മുതൽ നിൻ പേര് മയ്യത്ത് ജന്മം കൊണ്ടു നാം ഇരുകാലി കർമ്മം കൊണ്ടിന്നു നാൽക്കാലി കർമ്മം വിത്തിന പസാദായി മർമ്മം ദീനെന്ന നില പോയി ായാലും മാറ്റമില്ല ചെറുപ്പനും തുണി വെള്ളമാറുകില്ല അരജനും കെട്ടുകൾ കുറയുകില്ല അജപിക്കും അതിലെണ്ണം കൂടുകില്ല കാറിൽ പറന്ന നീ തടിയെടുത്ത് കട്ടിലിൽ യാത്ര പോകേ കബറന്ന വീട്ടിൽ നീ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യം ചിന്തേ ജന്മം കൊണ്ടു നാം ഇരുകാലി കർമ്മം കൊണ്ടിന്നു നാൽക്കാലി കർമ്മം വിത്തിന പസാദായി കർമ്മം ദീനെന്ന നില പോയി കൽബിൽ ഇബ്ലീസ്
വഴിയേറി ഇൽമും ഇഖ്ലാസും വഴിമാറി മരണം മറന്ന് കിബിറേറി മനിതള ചൗക്കിൽ നടമാടി ജന്മം കൊണ്ടു നാം ഇരുകാലി കർമ്മം കൊണ്ടിന്നു നാൽക്കാലി ജന്മം കിട്ടിന പസാദായി മർമ്മം ദീനെന്ന നിലപോയി. ഹായ് ഫസ്ലു, ഹായ്, എങ്ങനെ നന്നായി പാടിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ പാടി. അപ്പോൾ ജഡ്ജസിന്റെ കമന്റ്സ് എന്താവെന്ന് കേൾക്കാം. കാത്തിരിക്കാനല്ലേ? അതെ അതെ ആണോ? അതെ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ആസ്ക് കമന്റ്സ്. ഫസ്റ്റ് കുഞ്ഞു മൊയ്തീൻ സർ. ഫസ്ലു വിറക്കുന്നുണ്ടോ? കൈ വിറക്കുന്നുണ്ടോ? ആ, ചെറുതായിട്ട്. എന്തിനാ വിറക്കുന്നത്? അതായത് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഫസ്ലുവിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്ലു വളരെ ഉഷാറായി പാടണം കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്, കുറേ അപാകതകളൊക്കെ ഉണ്ട്, എങ്കിലും അത് ഒപ്പിച്ചു, അങ്ങനെ പറയാം. അപ്പോൾ ഇനി കിട്ടുന്ന പാട്ടുകളൊക്കെ വളരെ നന്നായി പഠിക്കണം. പഠിച്ച് നല്ല റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് മുമ്പിൽ വരണം. അപ്പോൾ ഒരു വിറക്കലും ഉണ്ടാവില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നെക്സ്റ്റ് അജയ് സർ. ഫസലു, സാർ, എനിക്കിഷ്ടമായി മോനെ നീ പാടി, നന്നായിട്ട് പാടിട്ടാ. ആ പാട്ടിൻ്റെ ഒരു ഫീല് അത് മോൻ ശരിക്കും ഇവിടെ കൊണ്ടുവന്നു. പിന്നെ മാഷ് പറഞ്ഞ പോലെ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ കുറേണ്ട, പക്ഷേ നീ പറയുന്നില്ല. എനിക്ക് ആ മോൻ പാടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നെക്സ്റ്റ് ഫിറോസ് സർ. ഫസലോ, സാർ, നന്നായി പാടി. പേടിച്ച് നിൽക്കുകയാണോ ഞങ്ങൾ എന്താ പറയാന്ന് ആലോചിച്ച്? നന്നായി പാടി കേട്ടോ. താങ്ക്സ് സാർ. കുറേ നല്ല പാട്ടുകൾ കേൾക്കണം, അപ്പോൾ നല്ല പാട്ടുകാരനാവാൻ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. മോൻ പാടിയതിൽ നിന്ന് എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നിയ, പെട്ടെന്ന് പറയാൻ തോന്നിയ ഒരു കാര്യം അതാണ്. കുറേ നല്ല പാട്ടുകൾ കേട്ടാൽ മതി. നല്ല നല്ല പാട്ടുകൾ കേൾക്കണം. മുഹമ്മദ് റഫിയുടെ, മുകേഷിൻ്റെ, അങ്ങനെ നല്ല പാട്ടുകളില്ലേ, ഗസൽസ് കേൾക്കുക, പിന്നെ ദാസേട്ടൻ്റെ പാട്ടുകൾ, പഴയ നല്ല പാട്ടുകളില്ലേ, അതൊക്കെ ഒരുപാട് കേൾക്കുക. മാപ്പിളപ്പാട്ടിലുണ്ട് അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ. എരിഞ്ഞോളി മൂസക്ക പാടിയത്, KG സത്താർക്ക പാടിയത്, റംല ബീഗം പാടിയത്, അങ്ങനത്തെ. വെറും ആൽബം കേൾവി ആയി പോവരുത് കേട്ടോ. അതൊരു ഉപദേശം മാത്രമാണ്, തെറ്റിദ്ധരിക്കേണ്ട. നല്ല പാട്ടുകൾ, പഴയ നല്ല നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴേ ഡെപ്ത്ത്, പാട്ടിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവുള്ളൂ. ഇത് അങ്ങനത്തെ നല്ലൊരു ട്യൂണാണ്. പുതിയ പാട്ടാണ്, പക്ഷെ നല്ല ട്യൂണാണ്. അത് ഉൾക്കൊണ്ട് പാടി. പിന്നെ നല്ല വരികൾ, നല്ലൊരു സന്ദേശമാണ് മോൻ ഈ പാട്ടിലൂടെ കൊടുക്കുന്നത്. അത് വേറൊരാൾ പാടിയ പാട്ട് മോൻ എടുത്ത് പാടുമ്പോഴും മോനൊരു വലിയ ധർമ്മം ചെയ്യുന്നു എന്നാണ് വരിക, അല്ലേ? അങ്ങനെയുണ്ട് പാട്ടുകൾ, അങ്ങനെ ഒരു സന്ദേശമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല സന്ദേശമുള്ളൊരു പാട്ട് പാടി. പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാവാനൊക്കെ ഉണ്ട് പാട്ടിൻ്റെ ഒരു സംഗീത ഭാഷയിൽ അതിനെ പറയുമ്പോൾ. അത് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം പാട്ടുകൾ. താങ്ക് യു സർ. അപ്പോൾ ജഡ്ജസിൻ്റെ കമൻസ് ഒക്കെ കേട്ടല്ലോ. ഇപ്പോൾ വേറെ ഒക്കെ മാറിയോ? ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് ഇനി ശീലമായിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് വരിക, ഈ വേറൊക്കെ മാറിക്കോളും. അപ്പം ഇനി നമുക്ക് മാർക്സ്. കുഞ്ഞുമൊയ്തീൻ സർ, മാർക്സ് പ്ലീസ്. ചില പരിമിതികളൊക്കെ ഉണ്ടായിട്ടും അത് വകവെക്കാതെ മാക്സിമം പാടി എന്നതുകൊണ്ട് You have got Yes, sir. A. താങ്ക് യു സാർ. Next അജയ് സർ. നല്ല ഫീലോട് കൂടെ പാടിയതുകൊണ്ട് A. താങ്ക്സ് സാർ. Again A. ഫിറോസ് സർ. മൂന്നാളും മാർക്ക് തരുന്നത് 3 ഉപാധികൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഉപാധി, ഞാനിപ്പോൾ തരുന്നത് മോന് A തന്നെയാണ്. പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നു, B+നുള്ള ഒരു സിംഗിങ് മോൻ്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷേ Aയുടെ ഏറ്റവും കുറഞ്ഞ, Aയിലേക്ക് കടക്കുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് ഞാൻ തരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മോന് നന്നായി പഠിച്ചെടുക്കുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്. മനസ്സിൽ പാട്ടുണ്ട് കേട്ടോ, അങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാനും. ജഡ്ജസ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ, കേട്ടു. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ജഡ്ജസിൻ്റെ എക്സ്പെക്റ്റേഷൻ അത് കളയരുത്, നശിപ്പിക്കരുത്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര എഫേർട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. സോ നെക്സ്റ്റ് പ്രോഗ്രാമിൽ നല്ലൊരു പാട്ടുമായിട്ട് നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.
മെഹഫിൽ പാർട്ട് 2 ഇനി ചെറിയൊരു ഇടവേള.